ഈ പച്ച കത്തുമ്പോഴാണ് അത് ഓൺ ആയിട്ടിരിക്കുന്നത്. ആണല്ലേ? ആ ശരിയാ, അത് കണ്ടോ നൈസായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ടേണിങ്ങിനനുസരിച്ച് അതിങ്ങനെ വളഞ്ഞു കൊടുക്കുമല്ലോ വണ്ടി അല്ലേ? ഇത് നിവർന്നോളൂ. ഇതുണ്ടോ രണ്ട് സ്റ്റിയറിംഗ് തിരിഞ്ഞ് നിവർന്ന് വരുന്നു ലൈനിന് കറക്റ്റ് ആയിട്ട്. പക്ഷെ കൈ എടുക്കരുന്ന കേട്ടോ ഇവര് പറയുന്നത്. കൈയോട് തിരിഞ്ഞല്ലേ? ഇതുണ്ടോ ഈ വളവൊക്കെ വണ്ടി വണ്ടി തന്നെ തിരിയാണ്. ഇത് കണ്ടോ ഒന്നും ചെയ്തിട്ടില്ല. കണ്ടോ ആ വളവിനനുസരിച്ച് വണ്ടി തന്നെ നിവരുക. പക്ഷെ ഇങ്ങനെ കൈ എടുക്കാൻ പാടില്ല കേട്ടോ ഇവര് പറയുന്നത്. പറയുന്നുണ്ട്. സൂപ്പർ, അടിപൊളി. എല്ലാ പ്രിയ കൂട്ടുകാർക്കും നമസ്കാരം. റോബ് ഷോയുടെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരത്ത് കിയയുടെ ഏറ്റവും പുതിയ ഷോറൂമിലാണ്. ഓട്ടോമോട്ടീവ് കിയ എന്നാണ് ഇതിൻ്റെ ഒരു പേരെന്ന് പറയുന്നത്. ഹൈദരാബാദ് ബേസ് ആയിട്ടുള്ള കമ്പനിയാണ്. നമ്മൾ ആക്ച്വലി ഇന്ന് വന്നിരിക്കുന്നത് 2024 ഇറങ്ങിയിരിക്കുന്ന സോണറ്റിൻ്റെ ഏറ്റവും പുതിയ ഫേസ് ലിഫ്റ്റ് വേർഷൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ നമ്മൾ ഭയങ്കര ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും പോകുന്നില്ല. മെയിനായിട്ട് കാരണം ഈ ഒരു വാഹനം 2020 മുതൽ നിരത്തിലുണ്ട്. കിയയുടെ 3ാമത്തെ വാഹനമായിട്ടാണ് വന്നത്. അപ്പോൾ ഫേസ് ലിഫ്റ്റിലേക്ക് വരുമ്പോൾ പ്രധാനമായിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഫേസ് ലിഫ്റ്റ് വേർഷനിലേക്ക് വന്നപ്പം കോസ്മെറ്റിക്കലി ആയിട്ടുള്ള കുറച്ച് ചേഞ്ചസ് വാഹനത്തിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. പ്രധാനമായിട്ടും വലിയ ഗ്രില്ലുകൾ കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളതാണ്. കാരണം ടൈഗർ നോസ് ഗ്രില്ല് എന്നാണ് ഈ ഗ്രില്ലുകളുടെ പേരെന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ ഡിസൈനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഡിസൈനാണ്. കാരണം ഇതൊരു ബേബി എലിഫൻറ്റിൻ്റെ അല്ലെങ്കിൽ ഒരു കുട്ടി ആനയുടെ രൂപത്തിൽ നിന്ന് ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു വാഹനമാണ് ഈ നമ്മുടെ ഈ ഒരു സോണറ്റ് എന്ന് പറയുന്നത്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ എഞ്ചിനീയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരീം ഹബീബ് എന്ന് പറഞ്ഞ ഒരാളാണ്. ലെബനീസ് ആയിട്ടുള്ള ഒരു എഞ്ചിനീയറാണ്. പുള്ളി നേരത്തെ വർക്ക് ചെയ്തിരുന്നത് BMW അതുപോലുള്ള കമ്പനികൾക്ക് വേണ്ടിയാണ്. 7 സീരീസ് ഒക്കെ പുള്ളി ഡിസൈൻ ചെയ്യാണ്ട് സഹായിച്ചിട്ടുള്ള ഒരാളാണ്. അപ്പോൾ പുള്ളിയുടെ ഡിസൈനിൽ വിരിഞ്ഞിരിക്കുന്ന ഒരു വാഹനമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം ഈ ഒരു വാഹനത്തെക്കുറിച്ച് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ പ്രധാനമായിട്ട് ഈ പറയുന്നത് ടൈഗർ നോസ് ഗ്രില്ലാണ് നേരത്തെ ഉണ്ടായിരുന്ന സോണറ്റിനെങ്കിലും അതിൻ്റെ പാറ്റേണിലൊക്കെ കുറച്ചുകൂടെ വലിപ്പ വ്യത്യാസമൊക്കെ വരുത്തി കുറച്ചുകൂടെ മനോഹരമായിട്ട് ആ ഗ്രില്ല് കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളത് പ്രത്യേകമാണ്. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു 360 ഡിഗ്രി ക്യാമറ, അതിൻ്റെ ഒരു ക്യാമറ ഈ ഫ്രണ്ടിൽ നമുക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നത് കാണാം. അത് കൂടാതെ ബാക്കിലും സൈഡിലും ഒക്കെ ക്യാമറയാണ്. നമുക്ക് പോകുന്ന വഴിക്ക് അതെല്ലാം കാണിക്കാം. അപ്പം അതുപോലെ തന്നെ താഴോട്ട് വരികയാണെങ്കിൽ എയർ ഡാമിൻ്റെ ഡിസൈനിനകത്തും മെയിനായിട്ടുള്ള വ്യത്യാസങ്ങളുണ്ട്. പിന്നെ പുതുതായിട്ട് വന്ന സ്പോർട്ടി ആയിട്ടുള്ള ഒരു എന്താ പറയുന്നത് ഒരു ബമ്പേഴ്സും വാഹനത്തിൻ്റെ അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു സ്കിഡ് പ്ലേറ്റും വാഹനത്തിനകത്ത് കൊടുത്തിട്ടുണ്ടെന്നുള്ളതും വളരെയധികം വലിയ പ്രത്യേകതയുള്ളൊരു കാര്യമാണ്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ലൈറ്റുകളിൽ വന്നിരിക്കുന്ന വ്യത്യാസമാണ്. നമ്മളൊരു കൊമ്പൻ മീശ പോലെ മഹീന്ദ്ര XUV 300 നമ്മൾ കണ്ടിട്ടുണ്ട് ഇതേ ഡിസൈനിൽ ഇങ്ങനെ താഴോട്ടിരിക്കുന്ന ഡിസൈൻ. അത് കുറച്ചും കൂടെ താഴെ പോയി ഇത് അതിൻ്റെ ഒരു പകുതി ലെങ്തിലേ ഉള്ളൂ. അപ്പോൾ ആ ഒരു ലൈറ്റ്സ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇത് അതിൻ്റെ ഒരു DRL ആണ് നമ്മൾ കാണുന്നത്. DRL പ്ലസ് ഇൻഡിക്കേറ്ററാണ് വാഹനത്തിനകത്ത് വന്നിരിക്കുന്നത്. ഇത് തന്നെ നമുക്ക് നമ്മൾ ഇൻഡിക്കേറ്റർ ഇടാത്ത സമയത്ത് നല്ലൊരു മൂൺലൈറ്റ് കളേഴ്സിൽ ഈ സാധനം വരും. അല്ലാത്ത സമയത്ത് ഇൻഡിക്കേറ്റർ ഇടുന്ന സമയത്ത് ആ ഒരു ഇൻഡിക്കേറ്ററിൻ്റെ ലൈറ്റ്സും അവിടെ ആ ഓറഞ്ച് കളറിൽ വരുന്നതായിട്ട് നമുക്ക് കാണാം. 3 ചമ്പേഴ്സിലായിട്ട് ഈ പറയുന്ന ക്രൗൺ ജ്വൽഡായിട്ട് വരുന്ന ലൈറ്റ്സ് ആണ്. അതുമല്ല LED ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്, ചെമ്പേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതും വളരെ മനോഹരമായിട്ട് കൊടുത്തിട്ടുണ്ടെന്നുള്ളത് വളരെ പ്രത്യേകതയാണ്. പിന്നെ താഴോട്ട് വരുന്ന സമയത്ത് നമുക്കിവിടെ ഫോഗ് ലാമ്പിൻ്റെ യൂണിറ്റും ആ ഒരു ബമ്പേഴ്സിനോട് ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നതാണ്. അതും വളരെ മനോഹരമായിട്ടാണ് അത് ഇൻറ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഫ്രണ്ടിൽ നിന്നുള്ള കോസ്മെറ്റിക്കലി വരുന്ന ചേഞ്ചസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഈ വാഹനത്തിൻ്റെ പല ഭാഗങ്ങളും ഒരു ആനയുടെ ലുക്കാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. പ്രത്യേകിച്ച് നമ്മൾ എടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങളൊരു ക്ലോസ് നോക്കിയാൽ ആനയുടെ ഒരു നെറ്റിത്തടം പോലെയാണ് എനിക്കിത് പലപ്പോഴും ഇത് ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പം നമ്മൾ ശരിക്കും പറഞ്ഞാൽ സോണറ്റിലേക്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പഴയ സോണറ്റിനകത്താണെങ്കിൽ കുറച്ചും കൂടെ നമുക്കത് അറിയാണ്ട് സാധിക്കും. കാരണം വെച്ചാൽ ഇങ്ങനെ ചുരുണ്ടൊക്കെ ഉള്ള മോഡൽസ് ഒക്കെ ഉണ്ട്. അതായത് തുമ്പിക്കൈ പോലെയൊക്കെ ഇരിക്കുന്ന മോഡൽസൊക്കെയാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പം ഇതാണ് കോസ്മെറ്റിക്കലി ഫ്രണ്ടിൽ നിന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ബാക്കിലേക്കും സൈഡിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമുക്ക് ടെക്നോളജിക്കലി വന്ന ഒരു അഡ്വാൻസ്മെൻറ്റ് കൂടെ പറയാം. ഈ വാഹനത്തിനകത്ത് ഇതുണ്ട് അഡാസ് ലെവൽ 1 കൊണ്ടുവന്നുള്ളത്. സേഫ്റ്റിക്ക് വേണ്ടിയുള്ള അഡാസ് ലെവൽ 1 കൊണ്ടുണ്ട്. ക്യാമറ അസിസ്റ്റഡ് ആയിട്ട് വരുന്ന അഡാസ് ലെവൽ ഫീച്ചേഴ്സ് ആണ് വരുന്നത്. 10ഓളം അഡാസ് ലെവൽ ഫീച്ചേഴ്സ് അഡാസ് ലെവൽ 1 ആണ് വരുന്നത്. പ്രത്യേകിച്ച് ലെയിൻ കീപ്പ് അസിസ്റ്റഡ്, ലെയിൻ ഡിപ്പാർച്ചർ വാർണിംഗ്, ലെയിൻ പിന്നെ കൊളിഷൻ ഉണ്ടാകാതിരിക്കാനുള്ള സംവിധാനങ്ങൾ, പിന്നെ ഈ പറയുന്ന ഹെഡ് ലാംപ്സിൻ്റെ ബീം അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ, ഇതൊക്കെയാണുള്ളത്. അതായത് നമ്മൾ ലൈനിൽ നിന്നൊക്കെ പോയി കഴിഞ്ഞാൽ തിരിച്ച് കയറി ഇപ്പോൾ എല്ലാ വാഹനങ്ങളിലേക്കും പ്രധാനമായിട്ട് കണ്ടുവരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ലെവൽ 1 വന്നിട്ടുണ്ട്. ലെവൽ 2ലേക്ക് വരുമ്പോഴത്തേനും ഇതിനകത്ത് കുറച്ചും കൂടെ സംവിധാനങ്ങൾ വരും. അതായത് ഇപ്പോൾ ഇതിനകത്ത് ഓട്ടോണോമസ് ബ്രേക്കിംഗ് വരുന്നുണ്ട്. ലെവൽ 2ലേക്ക് വരുന്ന സമയത്ത് നമുക്ക് അഡാപ്റ്റീവ് ക്രൂയിസ് കൺട്രോളൊക്കെയാണ് വരുന്നത്. അപ്പോൾ അത് അടുത്തൊരു ഫേസ് ലിഫ്റ്റിലേക്ക് വരുമ്പം ഇത് ഇതിൻ്റെ ഹാർഡ്വെയർ ഒക്കെ ഓൾറെഡി ഉണ്ടോ, ഇതിൻ്റെ സോഫ്റ്റ്വെയർ കൂടെ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത് വരേണ്ടതാണ്. അപ്പോൾ അതാണ് മെയിനായിട്ട് കിയയുടെ ഫ്രണ്ടിലുള്ള കാഴ്ച എന്ന് പറയുന്നത്. അപ്പം നമ്മളിപ്പോൾ നമ്മുടെ ഇപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡീസൽ വേരിയൻ്റ് ആണ് കേട്ടോ. ഇത് നമ്മൾ കാണുന്ന ഒരു ഡീസൽ വേരിയൻ്റ് ആണ്. കാരണം നേരത്തെ ഇവരുടെ ഡീസൽ വേരിയൻ്റ് ഇവർ ഡിസ്കണ്ടിന്യൂ ചെയ്തതാണ്. ഓക്കെ, അപ്പോൾ അതിനകത്ത് നമുക്ക് മാനുവൽ ട്രാൻസ്മിഷൻ ഇല്ലായിരുന്നു.
ഇപ്പോൾ മാനുവൽ ട്രാൻസ്മിഷൻ ഈ വാഹനത്തിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ ഈ വാഹനത്തിനകത്ത് പ്രധാനമായിട്ട് മാനുവലിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് എഞ്ചിൻ ഓപ്ഷൻസ് ഒക്കെ പറയാം. അതിന് മുമ്പ് നമുക്ക് വേരിയൻസ് പറഞ്ഞു തുടങ്ങാം. നമുക്ക് പ്രധാനമായിട്ട് 3 വേരിയൻസിലാണ് വാഹനം നമുക്ക് പ്രധാനമായിട്ട് കിട്ടുന്നത്. അത് 3 വേരിയൻസ് എന്ന് പറയുമ്പോൾ ഏറ്റവും എന്ന് പറയുന്നത് ടെക് ലൈൻ എന്ന് പറയും. ടെക് ലൈൻ, അതുപോലെ തന്നെ GT ലൈൻ, നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന GT ലൈനാണ്. പിന്നെ ഇതിൻ്റെ മുകളിൽ എക്സ് ലൈൻ എന്ന് പറയുന്ന വേറൊരു വേരിയൻ്റ്. അപ്പോൾ അതിനകത്ത് മൊത്തം എല്ലാം കൂടെ ചേർത്ത് 7 വേരിയൻസ് ആണ് വരുന്നത്. HTE, HTK, HTK പ്ലസ്, HTX, HTX പ്ലസ്, GTX പ്ലസ്, എക്സ് ലൈൻ, ഇങ്ങനെയുള്ള വേരിയൻസ് ആണ് മൊത്തത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് GTX പ്ലസ് ഈ പറയുന്ന ഡീസലാണ് നമ്മുടെ കയ്യിലുള്ള ഈ വാഹനം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് പല കളർ വേരിയൻസും നമുക്ക് ഈ വാഹനം അവൈലബിൾ ആണ്. ഒരുപാട് ഡ്യുവൽ ടോൺ കളേഴ്സും മോണോടോൺ കളേഴ്സും ഉണ്ട്. അപ്പോൾ ഇത് നല്ലൊരു കളറാണ്, റെഡിഷ് ബ്രൗൺ ആയിട്ട് വരുന്നൊരു കളറാണ്. അപ്പോൾ ഈ പ്രാവശ്യം വന്നതിൽ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ട് തോന്നിയെന്ന് പറഞ്ഞതാണ് പ്യൂട്രോ ഗ്രീൻ എന്ന് പറയുന്ന ഒരു ഒലീവ് ഗ്രീൻ കളേഴ്സ് ഈ വാഹനത്തിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഓൾറെഡി സെൽറ്റോസിന് ഈ കളർ ഉണ്ടായിരുന്നു. അപ്പോൾ സോണറ്റിലേക്ക് വന്നപ്പോൾ മനോഹരമായിട്ടുള്ള ആ ഒരു ഒലീവ് ഗ്രീൻ ആയിട്ടുള്ള കളേഴ്സ് കൊടുത്തിട്ടുണ്ടെന്നുള്ളതും പ്രത്യേകതയാണ്. അപ്പം ഇതൊക്കെയാണ് കളേഴ്സിനെ കുറിച്ച് പറയാനുള്ളത്. നമ്മളിനി സൈഡിലേക്ക് പോവാണ്. സൈഡിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് ഡയമെൻഷൻസിനെ കുറിച്ചൊക്കെ പറഞ്ഞാൽ വലിയ മാറ്റങ്ങളൊന്നും ഇല്ല. 3995 ഈ സബ് 4 മീറ്ററിനകത്ത് വരുന്നൊരു വാഹനമാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ സൈഡിലേക്ക് വരുന്ന സമയത്ത് വീൽ ബേസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 2500 മില്ലിമീറ്റർ വീൽ ബേസ് അങ്ങനെ തന്നെ നിലനിർത്തിയിരിക്കുകയാണ്. പ്രധാനമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഫെൻഡേഴ്സിലൊന്നും യാതൊരു ചേഞ്ചസും ഇല്ല. അതുപോലെ ബോണറ്റിലെ കട്ട്സിനൊന്നും മാറ്റങ്ങളുണ്ടെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ അലോയ്സിലേക്ക് വരുന്ന സമയത്ത് സ്പോർട്ടി ആയിട്ട് വരുന്ന മനോഹരമായിട്ടുള്ള നമുക്ക് അലോയ് വീൽസ് നമുക്ക് കാണാം. അതുപോലെ തന്നെ 16 ഇഞ്ച് വരുന്ന പ്രൊഫൈൽ വരുന്ന അലോയ്സ് ആണ് വാഹനത്തിനകത്ത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ടയേഴ്സിൻ്റെ ബ്രേക്കിങ്ങിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ടിലും ബാക്കിലും ഡിസ്ക് ബ്രേക്കുകൾ കൊണ്ടുണ്ട്. നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിൽ ഡ്രം ബ്രേക്സ് ആയിരുന്നു, ഫ്രണ്ടിൽ ഡിസ്ക് ബ്രേക്കാണ്. അപ്പം എല്ലാ വാഹനങ്ങൾക്കകത്ത് 16 ഇഞ്ചിൻ്റെ വീൽസാണ് പൊതുവെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അലോയ്സ് ആണെങ്കിലും നമുക്ക് കോമ്പിനേഷൻസ് നമുക്ക് ഉപയോഗിക്കാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ ഇനി നമുക്ക് ഇനിയിപ്പം സൈഡിലെ ബാക്കിയുള്ള ഇതിലേക്ക് വരുന്ന സമയത്ത് പ്രധാനമായിട്ട് എടുത്ത് പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഗ്ലാസിനെ കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ പിയാനോ ബ്ലാക്ക് ഫിനിഷാണ്. അതിന് അടിയിൽ ഒരു ക്യാമറ ഉണ്ടെന്നുള്ളതാണ് ഒരു പ്രധാനമായിട്ടുള്ള പ്രത്യേകത എന്ന് പറയുന്നത്. അല്ലാതെ സൈഡിലൊന്നും വലിയ മാറ്റങ്ങളില്ല. റൂഫ് റെയിൽസ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. ഇത് നമുക്കൊരു ഷോയ്ക്കുള്ള റൂഫ് റെയിലാണ് കേട്ടോ. അപ്പോൾ അതിനകത്ത് കൂടുതലായിട്ട് ഈ പറയുന്ന പോലെ വലിയ സംവിധാനങ്ങളൊന്നും അല്ലെങ്കിൽ വെയിറ്റ് ഒന്നും നമുക്ക് ഇവിടെ കയറ്റാനായിട്ട് പറ്റില്ല. അതുപോലെ റൂഫ് റെയിൽസ് നമുക്കവിടെ ഒരു ഷാർഫിൻ ആൻഡ് നമുക്ക് കാണാനായിട്ട് പറ്റും. അതുപോലെ വാഹനത്തിനകത്തൊരു സൺറൂഫ് ഉണ്ട്, അത് അകത്ത് കയറുന്ന സമയത്ത് നിങ്ങളെ കാണിച്ചു തരാം. ഇനി ഈ ഒരു പുറക് പ്രൊഫൈലിലേക്ക് വരുന്ന സമയത്താണ് പ്രധാനമായിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പം എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു കണക്റ്റഡ് ആയിട്ട് വരുന്ന ടെയിൽ ലാംപ്സ് ആണ് വരുന്നത്. ഇപ്പോൾ പുതിയതായിട്ട് ഇറങ്ങുന്ന എല്ലാ വാഹനങ്ങളും കണക്റ്റഡ് ആയിട്ടുള്ള ടെയിൽ ലാംപ്സ് ആണ്. അപ്പോൾ അതും ഈ പറഞ്ഞ ഫ്രണ്ടിൽ ലൈറ്റ് പോലെ ആ കൊമ്പൻ മീശ പോലെയുള്ള ഒരു ലൈറ്റ് കണ്ട ഇങ്ങനെ ഫുള്ളി ഇങ്ങനെ കവർ ചെയ്ത് വരുന്ന ലൈറ്റ്സ് ആണ് വരുന്നത്. ലോവർ വേരിയൻസിലേക്ക് വരുമ്പോൾ ഇവിടെ റിഫ്ലക്ടർ മാത്രമേ ഉള്ളൂ. ടോപ്പ് എൻഡ് വേരിയൻസിലേക്ക് വരുമ്പോഴാണ് ഇതെല്ലാം ഇലിമിനേറ്റ് ആയിട്ട് വരുന്നത്. അപ്പം താഴെ നമുക്കിവിടെ GT ലൈൻ നമുക്കിവിടെ കാണാനായിട്ട് നമുക്ക് സാധിക്കും. അതുപോലെ നമ്മൾ ടോപ്പിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഇൻറ്റഗ്രേറ്റഡ് ആയിട്ടുള്ള സ്പോയിലർ നമുക്ക് കാണാം. അതുപോലെ തന്നെ ഒരു ഹൈ മൗണ്ട് സ്റ്റോപ്പ് ലാമ്പ് ഉണ്ട്, ഡീഫോക്കസ് വരുന്ന ഗ്ലാസസ് കാണാം. അതുപോലെ ഒരു വൈപ്പേഴ്സ് നമുക്ക് കാണാനായിട്ട് പറ്റും. പിന്നെ ഏറ്റവും താഴോട്ട് വരികയാണ് സോണറ്റിന് എഴുതിയിരിക്കുന്നതാണ്. ഇപ്പുറത്തെ വശത്ത് GT ലൈൻ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. പിന്നെ താഴെ റിഫ്ലക്റ്റേഴ്സും ബാക്കിലുള്ള സെൻസേഴ്സും കാണാം. പിന്നെ മനോഹരമായിട്ടുള്ള പുതിയ ഒരു ഗ്രേയിഷ് കളറുള്ള ഈ പറയുന്ന പോലെ സ്പോർട്ടി ആയിട്ട് വരുന്ന ഒരു സ്കിഡ് പ്ലേറ്റ്സുകളും കാണാം. അതുപോലെ തന്നെ അതിൻ്റെ ഫോഗ് ലാംപ്സും ഏറ്റവും താഴെയായിട്ട് ആ ഫ്ലോഗ് ലാമ്പും കൊടുത്തിരിക്കുന്നതായിട്ട് കാണാം. ശരിക്കും പറഞ്ഞ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പോക്കുകളിൽ എവിടെയാണെന്ന് നമുക്ക് കാണാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല. നമുക്കിനി വാഹനത്തിൻ്റെ അകത്തേക്കൊന്ന് പോകാം. അകത്തേക്ക് വരുന്ന സമയത്ത് എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാഹനത്തിൻ്റെ ഓരോ വേരിയൻസിനും ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു ടോണാണ്. ഇപ്പോൾ ഇതിനകത്ത് നോക്കുകയാണെങ്കിൽ ഒരു വൈറ്റും ബ്ലാക്കിൻ്റെ ഒരു കോമ്പിനേഷൻസിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഡോട്ട് ട്രിം പോലെ നമുക്ക് പറഞ്ഞു തുടങ്ങാം. ഡോട്ട് ട്രിമിനകത്ത് പെട്ടെന്ന് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ എല്ലാ കൺട്രോൾസും നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. എടുത്ത് പറയേണ്ട കാര്യം ബോസിൻ്റെ ഓഡിയോ സിസ്റ്റംസ് ആണ്. 7 സ്പീക്കേഴ്സ് വരുന്നുണ്ട്. ഒരു സബ്വൂഫറും 4 ഡോറുകളുടെ സ്പീക്കറും പിന്നെ 2 ട്യൂട്ടേഴ്സാണ് വരുന്നത്. ട്യൂട്ടറൊക്കെ നമുക്കിവിടെ കാണാനായിട്ട് നമുക്ക് സാധിക്കും. ഓക്കെ, പിന്നെ നമ്മൾ ഈ സീറ്റ്സിനെ കുറിച്ചാണ് ഇനി പറയാനുള്ളത്. സീറ്റ്സിനെ കുറിച്ച് പറയുമ്പം പ്രധാനമായിട്ടും പറയേണ്ടതെന്ന് പറഞ്ഞാൽ ഈ 2 സീറ്റ്സ് ഇത് GT ലൈനിൻ്റെ സീറ്റ്സുകളാണ് കേട്ടോ. അതിനകത്ത് ആ GT ലൈൻ എന്നുള്ള ആക്സെൻറ്റ് നമുക്കിവിടെ കാണാനായിട്ട് വരും. പെർഫോറേറ്റഡ് ആയിട്ട് വരുന്ന സീറ്റാണ്. ഫ്രണ്ടിലെ 2 സീറ്റുകളും ഈ പറയുന്ന പോലെ വെന്റിലേറ്റഡ് ആയിട്ട് വരുന്ന സീറ്റുകളാണ്. അതായത് നമുക്ക് ചൂടാണെങ്കിൽ ചൂട്, തണുപ്പാണ് തണുപ്പ്, തണുപ്പിക്കാനുള്ള സംവിധാനങ്ങളും കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ സീറ്റ്സ് നമുക്ക് ഹൈറ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അത് മാനുവലി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് 2 സ്വിച്ചസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇത് രണ്ടും ഇലക്ട്രിക്കലി നമുക്ക് സീറ്റ് ബാക്കിലോട്ടും ഒക്കെ നമുക്ക് മാറ്റാൻ പറ്റുന്ന തരത്തിലാണ് 4-way അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള സീറ്റുകളും അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഈ ഒരു വാഹനത്തിന് ഈ സൈഡിലുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഇനി അകത്തെ കാഴ്ചകളൊന്ന് കാണാം. അപ്പോൾ ഏറ്റവും പുതിയ ഫേസ് ലിഫ്റ്റ് വേർഷനിലേക്ക് നമ്മൾ ഈ വാഹനത്തിന് അകത്തേക്ക് വരുന്ന സമയത്ത് പ്രധാനമായിട്ടുള്ള മാറ്റങ്ങൾ എന്താണെന്ന് നോക്കാം. അപ്പം പെട്ടെന്ന് നമ്മുടെ കണ്ണിലേക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ തന്നെ നേരത്തെ സോണറ്റ് കണ്ടിട്ടുള്ളവർക്കറിയാം. ഇതിനകത്തുള്ള ഇൻസ്ട്രുമെന്റ് പാനൽ എന്ന് പറയുന്നത് നേരത്തെ ചെറുതായിരുന്നു. അപ്പോൾ ഇവിടെ ഏതാണ്ട് ഫുള്ളി ഡിജിറ്റലായിട്ട് വരുന്ന ഒരു ഇൻസ്ട്രുമെന്റ് പാനലാണ്. അത് 10.25 ഇഞ്ചിന്റെ ഒരു സ്ക്രീനാണ് കൊടുത്തിരിക്കുന്നത്. ഇൻഫോർടൈൻമെന്റും 10.25 ഇഞ്ചിന്റെ വലിയൊരു സ്ക്രീനാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 2 വലിയ സ്ക്രീനുകൾ നമുക്ക് വാഹനത്തിനകത്ത് കാണാനായിട്ട് നമുക്ക് സാധിക്കും. ഒരുപാട് പാരാമീറ്റേഴ്സ് വാഹനത്തിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊന്നും നമ്മൾ അറിയേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് പറയുന്നില്ല. പ്രധാനമായിട്ട് എടുത്ത് പറയേണ്ട എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫീച്ചർ പറയുന്നത് കേട്ടോ,
നോക്കേണ്ടത്. നമ്മൾ ഇൻഡിക്കേറ്റർ ആ വശത്തേക്കുള്ള ഇൻഡിക്കേറ്റർ ഇട്ട സമയത്ത് കണ്ടാണ് അവിടുത്തെ ക്യാമറ ആ വശത്തെ ക്യാമറ ഓൺ ആയിട്ട് നമുക്ക് ബ്ലൈൻഡ് സ്പോട്ട് ഡിറ്റക്ഷൻ അറിയാനായിട്ട് നമുക്ക് സാധിക്കും. അതേപോലെ നമ്മൾ ഇങ്ങോട്ട് മാറ്റുന്ന സമയത്ത് ഈ വശത്തുള്ള ക്യാമറ ഓൺ ആയിട്ട് അത് നമുക്ക് കാണാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ അതാണ് ഈ ക്ലസ്റ്ററിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കാര്യം. ഇത് കൂടാതെ നമുക്ക് TPMS അങ്ങനെയുള്ള സംവിധാനങ്ങളുണ്ട്. ഇനി നമുക്ക് പതുക്കെ ഇൻഫർടൈൻമെന്റ് സിസ്റ്റത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ 70ഓളം കണക്റ്റഡ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് വരുന്നുണ്ട്. പുതിയ ഒരു UI ആണ്, ഇന്റർഫേസ് ആണ് വന്നിരിക്കുന്നത്. അപ്പം അതുപോലെ തന്നെ നമുക്ക് ബോസിന്റെ ഓഡിയോ സിസ്റ്റംസ് ആണെന്ന് പറഞ്ഞില്ല, അപ്പോൾ അതുമായിട്ടാണ് മേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതും വളരെ ഭംഗിയുള്ളൊരു കാര്യമാണ്. ഓക്കെ, പിന്നെ നമുക്കിത് വയർലെസ്ലി അല്ല വയേർഡ് ആയിട്ടാണ് നമ്മുടെ ഫോണുകൾ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നത്. ആൻഡ്രോയിഡ് ആട്ടോയും അതുപോലെ ആപ്പിൾ കാർപ്ലേയും ഒക്കെ നമുക്ക് കണക്ട് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നത്. ഓക്കെ, അതേപോലെ നമ്മൾ ഡാഷ്ബോർഡിലേക്ക് വരുന്ന സമയത്ത് ഇങ്ങനെ അറ്റത്തിൽ നമുക്ക് തുടങ്ങാം. നമ്മൾ AC വെന്റുകളൊക്കെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞില്ല, ആനയുടെ ആ ഒരു ഡിസൈനാണ്, ആനയുടെ തുമ്പിക്കയുടെ അറ്റത്തെ ഒരു ഡിസൈനായിട്ടാണ് വരുന്നത്. നമുക്ക് ഇവിടെ ഒരു ഗ്ലൗ ബോക്സ് വാങ്ങുന്നത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ നമുക്ക് സാധിക്കും. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ AC പുതിയ കൺട്രോൾസ് ആണ് ഈ ഒരു വശത്തേക്ക് വരുന്നത്. ഈ സ്വിച്ചസ് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനോഹരമായിട്ടുള്ള സ്വിച്ചസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അതുപോലെ നമുക്ക് ഈ ഒരു വശത്തേക്ക് വരുവാണെങ്കിൽ ഈ സീറ്റ്സിൻ്റെ വെന്റിലേഷൻ ഓൺ ഓഫ് ആക്കാനുള്ള അല്ലെങ്കിൽ അതിൻ്റെ ഫാനിൻ്റെ സ്പീഡ് കൺട്രോൾ ചെയ്യാനുള്ള സ്വിച്ചസ് ആണ്. അതുപോലെ ഇതെന്ന് പറയാൻ 360 ഡിഗ്രി ക്യാമറയാണ്. നിങ്ങൾ ഇൻഫർടൈൻമെന്റ് സിസ്റ്റത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് കാണാൻ നിങ്ങൾക്ക് സാധിക്കും. പല മോഡുകളിലും നമുക്കിത് കാണാനായിട്ട് പറ്റും. 360 നമുക്ക് വാഹനം കാണാനായിട്ട് നമുക്ക് സാധിക്കും. ഓക്കെ, അതുപോലെ ഇനി ഇത് ഡ്രൈവ് മോഡാണ്. നമുക്ക് വാഹനത്തിന് ഡ്രൈവ് മോഡാണ്. അപ്പോൾ ഈ ഡ്രൈവ് മോഡ്സ് ഇടുന്ന സമയത്ത് ഉള്ള വ്യത്യാസം നമുക്ക് കണ്ടോ. ഇവിടെ ഇപ്പോൾ സ്പോർട്സ് എന്ന് പറയുന്ന ഡ്രൈവ് മോഡാണ് കണ്ടോ, അതിൻ്റെ ആ തീം മാറി. പക്ഷേ ഈക്കോ ആയപ്പോൾ ഒരു മോഡ് മാറി. ഇത് നോർമൽ മോഡ്, അങ്ങനെ 3 മോഡ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ക്ലസ്റ്ററിലും ആ ചേഞ്ചസ് നമുക്ക് കാണാനായിട്ട് പറ്റും. പിന്നെ ഈ വശത്തെ ഡ്രൈവറിൻ്റെ സീറ്റിൻ്റെ വെന്റിലേഷൻ സീറ്റ്സ് ഓൺ ആക്കുന്ന ഒരു സംവിധാനമാണ് കൊടുത്തിരിക്കുന്നത്. തൊട്ട് വരുവാണെങ്കിൽ ഒരു വയർലെസ് ചാർജിങ് യൂണിറ്റ് ഉണ്ട്. ഓക്കെ, നല്ല തണുപ്പ് കേട്ടോ. ഞാൻ ലോ ആയിട്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ ഈ സീറ്റ്സിനെ ഉണ്ടാക്കിയപ്പോൾ എൻ്റെ പുറകുവശം ബാക്കും ഒക്കെ നല്ല കുളിരി കയറുന്നു. ഓക്കെ, താഴോട്ട് വരികയാണെങ്കിൽ നമുക്കിവിടെ നമുക്കൊരു വയർലെസ് ചാർജിങ് യൂണിറ്റ് ഉണ്ട്, അത് നമുക്ക് കാണാം. ഇത് കൂടാതെ വയർഡ് ആയിട്ടുള്ള ഫോണുകൾ ചാർജ് ചെയ്യാനുള്ള 12 വോൾട്ടിൻ്റെ ഒരു ചാർജറും ഒരു C-പോർട്ട് 2 കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ട്രാൻസ്മിഷനാണ് ഈ വാഹനത്തിലേക്ക് വരുന്ന സമയത്ത്, ഇപ്പോൾ ഇതൊരു ഡീസലാണെന്ന് പറഞ്ഞാൽ ഇതിനകത്തൊരു മാനുവൽ ട്രാൻസ്മിഷൻ ഉണ്ട്. ഒരു 6 സ്പീഡ് ടോർ കൺവേർട്ടർ ആയിട്ട് വരുന്ന ഒരു ഗിയർ ബോക്സ് ഉണ്ട്. അതുപോലെ IMT ട്രാൻസ്മിഷൻ, ക്ലച്ച്ലെസ് ആയിട്ട് വരുന്ന ട്രാൻസ്മിഷൻ വാഹനത്തിനകത്തുണ്ട്. പിന്നെ ഈ വാഹനത്തിന്റെ കീ ഒക്കെ നമുക്ക് ഇതാണ് വാഹനത്തിന്റെ കീ ആയിട്ട് വരുന്നത്. ഓക്കെ, അതുകൂടാതെ ഇവിടെ 2 ബോട്ടിൽ ഹോൾഡേഴ്സും വാഹനത്തിന് കൊടുത്തിട്ടുണ്ട്. ഹാൻഡ് ബ്രേക്ക് നമുക്ക് കാണാം. ഇത് കൂടാതെ ഇവിടെ നമുക്കൊരു ആംബ്രസ്റ്റും ഒരു സ്റ്റോറേജ് സ്പേസും ഉണ്ട് കേട്ടോ. ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് ആണ്, അതുപോലെ ഒരു ചെറിയ സ്റ്റോറേജ് സ്പേസും വാഹനത്തിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് റൂഫിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു IRVM നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന IRVM ആണ്. SOSന്റെ സ്വിച്ച്, അതുപോലെ തന്നെ ടോ അസിസ്റ്റ്, കിയ കണക്ട്. അപ്പോൾ ഇങ്ങനെ 3 സ്വിച്ചസ് അതിനകത്ത് നമുക്ക് കാണാനായിട്ട് വരും. ഇനി റൂഫിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ 2 ലൈറ്റ്സ് നമുക്ക് ഇവിടെ കാണാനായിട്ട് നമുക്ക് സാധിക്കും. ഓക്കെ, ആ ലൈറ്റ്സിൻ്റെ സ്വിച്ചസ് ആണ് കേട്ടോ. ലൈറ്റ് തന്നെയാണ് സ്വിച്ചായിട്ട് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ഇവിടെ കണ്ണാടി വെക്കാനുള്ള ഒരു സ്പേസ് ഉണ്ട്. ഓക്കെ, അതും കാണാം. പിന്നെ ഇവിടെ ഉണ്ട് മൈക്കാണ്, നമുക്ക് ഹാൻഡ്സ് ഫ്രീ അസിസ്റ്റിനുള്ള മൈക്കുകളും കാര്യങ്ങളും കാണാം. പിന്നെ ഈ വാഹനത്തിനകത്ത് ചെറിയൊരു സൺറൂഫ് ഉണ്ട്. ഓക്കെ, ആ ചെറിയൊരു സൺറൂഫ് നമുക്ക് ഓപ്പൺ ചെയ്തിട്ട് ഓടിക്കുക. അപ്പോൾ ഇതിനെക്കുറിച്ച് ഞാൻ ഫുൾ ഓപ്പൺ ആയിട്ടൊന്നും കാണിക്കുന്നില്ല, നിങ്ങളെല്ലാവരും കണ്ടിട്ടുള്ള ഒരു യന്ത്രം തന്നെയാണത്. ഓക്കെ, പിന്നെ ഈ ഒരു വശത്തേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് സൺവൈസേഴ്സ് ഉണ്ട്. ഇതിനകത്ത് വാനിറ്റി മിറർ ഉണ്ട്. ഇവിടെ വാനിറ്റി മിറർ കൊടുത്തിട്ടില്ല. അപ്പോൾ ഇതാണ് ഈ വാഹനത്തിൻ്റെ ഈ ഒരു ഡ്രൈവർ സീറ്റിൽ നിന്നുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. നമുക്കിനി അടുത്ത സെക്കൻഡ് റോയിലേക്ക് വരാം. അപ്പോൾ ഏറ്റവും പുതിയ ഫേസ് ലിഫ്റ്റിലേക്ക് വരുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ ഡയമെൻഷൻസിലൊന്നും വ്യത്യാസം ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ എടുത്തു പറയാനുള്ള ഫീച്ചേഴ്സ് ഒന്നും ഇവിടെ ഞാൻ കാണുന്നില്ല. പിന്നെ നമുക്ക് ഈ ഒരു സീറ്റ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത്യാവശ്യം കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റ്സാണ്. നമുക്ക് ഒരു തൈ സപ്പോർട്ട്സ് ഒരു അല്പം കുറവുണ്ട്, എന്നാലും പ്രശ്നമില്ല. 2500 വീൽ ബേസ് ഉള്ളൂ. അപ്പോൾ അതിനകത്ത് ഒരു സ്പേസിൻ്റെ ഒരു കോൺസെപ്റ്റ് ഉണ്ട്. പക്ഷേ ഞാനൊരു 170 സെൻറ്റിമീറ്റർ പൊക്കമുള്ളത് എനിക്ക് അങ്ങനെ എൻ്റെ കാലൊന്നും എവിടെയും തട്ടുന്നില്ല. ഓക്കെ, ഞാൻ ഇട്ടിട്ട് എനിക്ക് ഇത്രയും സ്പേഷ്യസ് ആയിട്ട് നമുക്ക് കാല് തട്ടാതൊക്കെ ഇരിക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ ആംപിൾ ആയിട്ടുള്ള ഹെഡ് റൂം ഉണ്ട് കേട്ടോ, അത്യാവശ്യം നല്ല ഹെഡ് റൂം ഉണ്ട്. നമുക്കൊരു ക്രാമ്പിംഗ് ഒന്നും നമുക്കൊട്ട് ഫീൽ ചെയ്യുന്നില്ല. പിന്നെ സന്തോഷം തോന്നിയെന്ന് പറഞ്ഞതാണ് ഈ ഒരു സംവിധാനം ഈ വാഹനത്തിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതായത് വെയിലടിക്കാതെ നമുക്ക് യാത്ര ചെയ്യാനുള്ള ഒരു സംവിധാനമുണ്ട്. അപ്പം ഇതുപോലെ തന്നെ ഇവിടെ ഒരു ഗ്രാബ് റെയിലും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഡോർ ഹാൻഡിൽസ് ഒക്കെ നല്ലതായിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. സേഫ്റ്റി ഫീച്ചേഴ്സിനെ കുറിച്ച് പറയുമ്പോഴാണ് ഒരു കാര്യം പറയാനായിട്ട് വിട്ടുപോയത്. നമുക്ക് ഈ വാഹനത്തിനകത്ത് 6 എയർ ബാഗ്സ് വരുന്നുണ്ട്. അതുപോലെ നമുക്ക് ABSും EBDയും അങ്ങനത്തെ ഉള്ള സംവിധാനം, ട്രാക്ഷനും ഒക്കെ ഈ വാഹനത്തിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഫ്രണ്ടിലും ബാക്കിലും ഡിസ്ക് ബ്രേക്കുകൾ എടുത്തിട്ടുണ്ട്. ISO ഫിക്സ് ചൈൽഡ് സീറ്റുകളുണ്ട്. അപ്പോൾ സേഫ്റ്റിയുടെ കാര്യത്തിലൊക്കെ ഏറ്റവും ടോപ്പായിട്ട് തന്നെയാണ്. ഹിൽ ഹോൾഡ് അസിസ്റ്റ് ഒക്കെ വാഹനത്തിനകത്ത് വരുന്നുണ്ട്. ഓക്കെ, പിന്നെ ഈ വാഹനത്തിൻ്റെ ഈ ഒരു വശത്തേക്ക് വരുവാണെങ്കിൽ നമുക്ക് AC വെന്റുകളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. അതിന് മുകളിലൊരു സംവിധാനമുണ്ട്. നമുക്ക് സ്മാർട്ട് പ്യുവർ എയർ എന്ന് പറയുന്ന നമ്മൾ വാഹനത്തിനകത്ത് വായു ശുദ്ധീകരിക്കാനുള്ള യൂണിറ്റും കാര്യങ്ങളും അത് ഓണാക്കാനുള്ള സ്വിച്ചസും കാര്യങ്ങളൊക്കെ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്.
ഓക്കെ, എനിക്ക് തോന്നുന്നത് ആദ്യമായിട്ട് നമ്മുടെ ചെറിയ സെഗ്മെന്റ് വാഹനങ്ങൾ ഇന്ത്യയിൽ വരുന്നത് വെന്യുവാണ്. അതായത് ഇവരുടെ പേരന്റ് കമ്പനിയാണ് ഹുണ്ടായി എന്ന് പറയുന്നത്. വെന്യുവിലാണ് ഇങ്ങനത്തെ സംവിധാനം വരുന്നത്. അപ്പം ഇവരുടെ എല്ലാ വാഹനങ്ങളിനകത്തും എയർ പ്യൂരിഫയർ സംവിധാനങ്ങളും ഇവിടെ വാഹനത്തിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സീറ്റ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതും പെർഫറേറ്റഡ് ആയിട്ട് വരുന്ന സീറ്റുകളൊക്കെയാണ് കേട്ടോ. സീറ്റ് കവർ ഇട്ടിരിക്കുന്നതുകൊണ്ട് എനിക്ക് എത്രത്തോളം കാണാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. കണ്ടോ, ഇതെല്ലാം പെർഫറേറ്റഡ് ആയിട്ട് വരുന്ന സീറ്റ് കവേഴ്സാണ്, ലെതറായിട്ട് വരുന്ന സീറ്റുകളാണ്. പിന്നെ ഇവിടെയാണെങ്കിലും നമുക്കൊരു ആംബ്രസ്റ്റ് ഉണ്ട് കേട്ടോ. ഇത് പുതിയ വണ്ടിയായതുകൊണ്ട് ഞാനിത് പൊട്ടിക്കുന്നില്ല. അപ്പോൾ ആംബ്രസ്റ്റ് നമുക്ക് നിർത്തി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൈവച്ച് സുഖമായിട്ടിരിക്കാം. അതുപോലെ 2 ഹെഡ് റെസ്റ്റുകളും വാഹനത്തിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ബാക്കിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പാർസൽ ട്രേ കാണാം. ബൂട്ട് സ്പേസ് നമ്മൾ ഓപ്പൺ ചെയ്തിട്ടില്ല. നമ്മൾ ബൂട്ട് സ്പേസ് ആണ് ഇനി ഓപ്പൺ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ വാഹനത്തിൻ്റെ ബൂട്ട് സ്പേസ് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഈ സെഗ്മെന്റിൽ തന്നെ ഏറ്റവും വലിയ ബൂട്ട് സ്പേസ് ഉള്ള വാഹനങ്ങളൊന്നാണ്. 380 ലിറ്റർ ബൂട്ട് സ്പേസ് ഈ വാഹനത്തിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് സ്പെയർ വീലുകളും താഴെ കാണാനായിട്ട് പറ്റും. 15 ഇഞ്ചിൻ്റെ സ്പെയർ വീലാണ് വാഹനത്തിനകത്ത് വരുന്നത്. അപ്പോൾ അത് ശരിക്കും സ്പെയർ വീലായിട്ട് മാത്രമേ ഉപയോഗിക്കേണ്ട പറ്റുള്ളൂ. അതേ പഞ്ചറായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് എടുത്തിട്ട് നിയറസ്റ്റ് ആയിട്ടുള്ള വർക്ക്ഷോപ്പിൽ പോയി മാറിക്കണം. അല്ലെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള ടയറുകളെല്ലാം വെട്ടി തേയും. കാരണം ആ സൈസിന് 1 ഇഞ്ച് വ്യത്യാസം വരുന്നുണ്ട്. നമുക്കിനി ഇതിൻ്റെ എഞ്ചിൻ റൂം ഒന്ന് ഓപ്പൺ ആക്കി നോക്കാം. അപ്പോൾ ഈ വാഹനത്തിന് എഞ്ചിൻ ഓപ്പൺ ആകുമ്പോൾ നമുക്ക് ആ CRD എഞ്ചിൻ നമുക്കിവിടെ കാണാനായിട്ട് നമുക്ക് സാധിക്കും. നമുക്ക് ഈ വാഹനത്തിനകത്ത് 3 എഞ്ചിൻ ഓപ്ഷൻസ് ആണെന്ന് പറഞ്ഞല്ലോ. അതായത് നമുക്ക് ഈ ഒരു സോണറ്റ് കിട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1.2 ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് ആയിട്ട് വരുന്ന പെട്രോൾ എഞ്ചിൻ നമുക്ക് കിട്ടും. അതൊരു 4 സിലിണ്ടർ എഞ്ചിനാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ അടുത്ത വേരിയൻ്റ് എന്ന് പറയുന്നത് ഒരു 1 ലിറ്റർ ടർബോ എഞ്ചിൻ നമുക്ക് കിട്ടും. അത് 3 സിലിണ്ടേഴ്സ് ആണ് വരുന്നത്. അതുപോലെ തന്നെ നമുക്കൊരു 4 സിലിണ്ടർ വരുന്ന ഒരു ഡീസൽ എഞ്ചിനും നമുക്ക് കാണാനായിട്ട് നമുക്ക് സാധിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ പവർ ഫിഗേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിന് മേറ്റ് ചെയ്തിരിക്കുന്ന ഗിയർ ബോക്സ് എന്ന് പറയുന്നത് ടോർക്ക് കൺവെർട്ടർ ആയിട്ടുള്ള ഗിയർ ബോക്സ് ആണ്. അതുപോലെ തന്നെ 6 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനും അതുപോലെ തന്നെ IMT ട്രാൻസ്മിഷൻസും നമുക്ക് ഈ വാഹനത്തിനകത്തുണ്ട്. ഏകദേശം 115 PS പവറാണ് വാഹനത്തിൻ്റെ ഡീസൽ പ്രൊവൈഡ് ചെയ്തത്. 250 Nm ടോർക്കും ഈ വാഹനം നമുക്ക് ഡെലിവറി ചെയ്യാൻ സാധിക്കുന്ന ഒരു എഞ്ചിനാണ് നമുക്ക് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു വാഹനം നമുക്ക് ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കാം, എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പോൾ ഏറ്റവും പുതിയ ഫേസ് ലിഫ്റ്റ് വേർഷൻ നമ്മൾ ഡീസൽ വേരിയന്റ് നമ്മളൊന്ന് ഓടിച്ച് നോക്കാൻ പറ്റുക. 115 PS പവറാണ് വാഹനത്തിനുള്ളത് അല്ലേ? നമ്മുടെ കൂടെ ഇന്നുള്ളത് സൻവാർ ചേട്ടനാണ്. ചേട്ടൻ നമസ്കാരം. നമ്മുടെ ഫേസ് ഒന്ന് കാണിച്ചേ, നമ്മൾ തിരിയുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ പുതിയ ഡീലർഷിപ്പ് അല്ലേ? ഓട്ടോമോട്ടീവ് കിയ. ഇന്ത്യയിൽ മുഴുവനുണ്ട്. നമ്മുടെ കേരളത്തിലെ ഫസ്റ്റ് ഷോറൂം. നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നത് വലിയൊരു കമ്പനി PPS അല്ലേ? അതിന്റെ മദർ കമ്പനി അല്ലേ? PPSന്റെ മദർ കമ്പനിയാണ് നമ്മുടെ AMBL ഗ്രൂപ്പ് എന്ന് പറയുന്നത് അല്ലേ? ഓക്കെ, ഇത് ശരിക്കും വരുന്നത് പള്ളിച്ചൽ അല്ലേ? ട്രിവാൻഡ്രത്ത് നിന്ന് കന്യാകുമാരി പള്ളിച്ചിലേക്കാണ് ഷോറൂം വന്നിരിക്കുന്നത്. അപ്പം ഇവിടെ നിന്നാണ് ഈ വാഹനം. അപ്പം ഇവിടെ ടെസ്റ്റ് ഡ്രൈവിനൊക്കെ വരുന്നവർ ഇദ്ദേഹത്തെ നേരിട്ട് പോയി കണ്ടാൽ മതി കേട്ടോ. നമ്പേഴ്സ് ഞാൻ താഴെ കൊടുത്തേക്കാം. അപ്പോൾ നമ്മൾ ഈ വാഹനത്തിന്റെ കുറച്ച് ഡീറ്റെയിൽസ് ആണ് നമുക്ക് കിട്ടേണ്ടത്. ലൈക്ക് എന്നെ കൊണ്ട് പറ്റുന്നതൊക്കെ നമ്മൾ പറഞ്ഞു, കുറെ വേരിയൻസിന്റെ കാര്യങ്ങളും. കളേഴ്സിനായിരുന്നു പുതിയൊരു കളർ വന്നിട്ടുണ്ടല്ലേ? പ്യൂട്ടർലിയോ എന്ന് പറഞ്ഞ് സെൽറ്റോസിൽ വന്നിട്ടുള്ള കളറാണ്. സെൽറ്റോസിന്റെ ഫേസ് ലിഫ്റ്റ് വന്നപ്പോൾ അതിൽ അപ്ഡേറ്റ് ആയ കളറാണ്. ആ കളർ ഇപ്പോൾ സോണ്ടിലും വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഡീസലിന്റെ അതുപോലെ തന്നെ മാനുവൽ ട്രാൻസ്മിഷൻ മടങ്ങി വന്നിട്ടുണ്ട്. ഓക്കെ, അതും 6 സ്പീഡ് ആണ്. വേറെ പ്ലസ് പോയിന്റ്, മുമ്പ് ഉണ്ടായിരുന്ന മാനുവൽ ട്രാൻസ്മിഷൻ കുറച്ചുകൂടെ പവർ കുറവായിരുന്നു. 100 PS എഞ്ചിൻ ആയിരുന്നു. അത് 115 PS ആയി. അതുപോലെ ടർബോ ചേഞ്ച് ആയിട്ടുണ്ട്. പഴയ വണ്ടിക്ക് വരുമ്പോൾ നോർമൽ WGT ടർബോ ആയിരുന്നു വന്നുകൊണ്ടിരുന്നത്. പുതിയതിന് VGT-ലോട്ട് ചേഞ്ച് ആയിട്ടുണ്ട് ടർബോ. അതുകൊണ്ട് തന്നെ ടർബോ ലാഗ് വരത്തില്ല വണ്ടിക്ക്. നമ്മള് വണ്ടിക്ക് നല്ല പെർഫോമൻസ് ഫീൽ കിട്ടും. നല്ലൊരു പെർഫോമൻസ് കിട്ടും അല്ലേ? അതെ. അപ്പൊ നമ്മൾ ഇനി ഒരു വാഹനത്തിന്റെ മൈലേജിനെ കുറിച്ച് നോക്കാം. ഇതിപ്പം ഡീസൽ ആകുമ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പൊ ഈ വേരിയന്റിന്റെ ഒരു മൈലേജ് വന്നില്ലെന്ന് തോന്നുന്നു. അല്ല, നേരത്തെ ഉണ്ടായിരുന്ന വണ്ടിക്ക്? അതെ, മാനുവൽ വേരിയന്റിന്റെ മൈലേജ് റിവീൽ ആയിട്ടില്ല. ഓട്ടോമാറ്റിക്കിന്റെയും IMT-യുടെ റിവീൽ ആയിട്ടുണ്ട്. അതെത്രയാ? ഓട്ടോമാറ്റിക്കിന് വരുമ്പോൾ 19.3-ഉം. അതെ, IMT-ക്ക് വരുമ്പോൾ നമുക്ക് 22.39 ആണ് കമ്പനി ക്ലെയിം ചെയ്യുന്ന മൈലേജ്. ഈസി ആയിട്ട് മൈലേജ് കിട്ടും. കാരണം CRD പ്രൂവൺ എഞ്ചിൻ തന്നെയാണ്. ഡീസൽ എഞ്ചിൻ അത്യാവശ്യം നല്ല മൈലേജ് എഫിഷ്യൻസി തരുന്ന ഒരു എഞ്ചിനാണല്ലേ? ഓക്കെ ഓക്കെ. അപ്പം ഇതിന്റെ ശരിക്കും പറയാൻ ഡീസൽ നല്ലൊരു ഓപ്ഷൻ ആണല്ലേ ഈ വാഹനത്തിനകത്ത് അല്ലേ? പഴയ വണ്ടിക്കാണെങ്കിൽ ഞാൻ ഓപ്പൺലി പറയാം, നമ്മുടെ DPF-ന്റെ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ഇപ്പോ അത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് വണ്ടിയിൽ ഇപ്പോൾ ആഡബിൾ വന്നിട്ടുണ്ട് ഡീസൽ എഞ്ചിൻസിൽ. അതുകൊണ്ട് തന്നെ ഏറെക്കുറെ DPF-ന്റെ ഇഷ്യൂസ് എല്ലാം മാറി കിട്ടും. ഡീസൽ എഞ്ചിൻ നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് ഇപ്പോൾ. നമുക്കിനി പ്രൈസിങ്ങിനെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിലേ എങ്ങനെയായിരിക്കും? ഇതിപ്പോ ഫേസ് ലിഫ്റ്റ് വന്നപ്പോൾ ഒരുപാട് വ്യത്യാസങ്ങൾ വരും. എനിക്ക് ഓൺലൈനിൽ കണ്ടു പറഞ്ഞാൽ 7.99 മുതലാണ് ഷോറൂം സ്റ്റാർട്ട് ചെയ്യുന്നത്. അതെ, അത് പെട്രോൾ 1.2 എഞ്ചിൻ. എനിക്ക് 20,000 രൂപയുടെ വ്യത്യാസമാണ് വന്നത് അല്ലേ? നേരത്തെ 7.79 എന്തോ ആയിരുന്നല്ലോ. അത് മിക്ക വേരിയൻസിനും പ്രൈസ് വലുതായിട്ട് ചേഞ്ച് ആയിട്ടില്ല. അതുപോലെ തന്നെ HTX ഡീസൽ ഓട്ടോമാറ്റിക് ഉണ്ട്, അതിന് പ്രൈസ് കുറഞ്ഞിട്ടുണ്ട്.
ടോപ്പ് എൻഡിലോട്ട് വരുമ്പോൾ പ്രൈസ് ഡ്രാസ്റ്റിക്കായിട്ട് കൂടിയിട്ടുണ്ട്. ഓക്കെ. പെട്രോളിനാണെങ്കിലും ഡീസലിനാണെങ്കിലും ഡീസലിന് നല്ലപോലെ കൂടിയിട്ടുണ്ട്. പെട്രോൾ വരുമ്പോൾ ഓൾമോസ്റ്റ് ഒരു 1 lakhന്റെ ഡിഫറൻസ് ഉണ്ട്. ബേസിന് എന്താ വില വരും അതൊന്ന് പറയാമോ? HT അവൈലബിൾ ആണോ? നമുക്ക് കിട്ടുമോ? HT കിട്ടും. ബട്ട് ഓൺ റോഡ് ഏകദേശം എന്തായിരിക്കും? ഓൺ റോഡ് പ്രൈസ് വരുമ്പോൾ നമുക്ക് ഏകദേശം ഒരു 9.4 വരും. ഏറ്റവും ബേസ് വേരിയന്റ് ഓൺ റോഡ്. അതെ അതെ. നമ്മളിപ്പോ ഓടിച്ചോണ്ടിരിക്കുന്ന ഇപ്പൊ GTX Plus ആണ്. GTX Plus വരുമ്പോൾ നമുക്ക് ഏകദേശം ഒരു 19 ലക്ഷം വരും ഓൺ റോഡ്. ഇതിപ്പോ ഡുവൽ ടോൺ വേരിയന്റ് ആണ്. DCT വരുന്ന ഓപ്ഷൻ. DCT അല്ല, 80 ആണ്. അതെ. നമുക്ക് 19 lakhs വരും ഓൺ റോഡ് പ്രൈസ് വരുമ്പോൾ. 19 lakhs വരും അല്ലേ? ഏറ്റവും എക്സ് ലൈൻ ഒക്കെ വരുമ്പോൾ നമ്മുടെ നോർമൽ GTX Plus ഡുവൽ ടോണിനെക്കാളും ഒരു 12,000 കൂടുതൽ 19.12 ആയിരിക്കും പ്രൈസ് വരുന്നത്. ഓക്കെ. അപ്പൊ ബ്രോഡ് ഒരു കോൺസെപ്റ്റില് നമുക്കിപ്പം എടുക്കാൻ പറ്റുന്ന ഒരു മിഡ് വേരിയന്റ് ഏതായിരിക്കും? മറ്റേ ഒരു സൺറൂഫ് ഒക്കെ സ്റ്റാർട്ടിംഗ് ഒക്കെ വരുന്നത് അത് എനിക്ക് GTK Plus ആയിരിക്കും അല്ലേ? അല്ല, HTX ആയിരിക്കും. കാരണം അതിൽ നമുക്ക് അത്യാവശ്യം ഫീച്ചേഴ്സ് നോക്കുമ്പോൾ LED ലാംപ്സ് വരുന്നുണ്ട്. പിന്നെ ഓട്ടോമാറ്റിക്കിലോട്ട് വരുമ്പോൾ ലെതറേജ് സീറ്റ്സ് വരുന്നുണ്ട്. ഇനി മുതൽ വരുന്ന വണ്ടിക്ക് സീറ്റ് വെന്റിലേഷൻസ് ഉണ്ടാവും. പിന്നെ ലെതർ റാപ്ഡ് സ്റ്റിയറിംഗ് വീൽ വരുന്നുണ്ട്. അതുപോലെ ഡീകട്ട് സ്റ്റിയറിംഗ് വീൽ ആയിരിക്കും. 8 ഇഞ്ചിന്റെ ടച്ച് സ്ക്രീൻ വരുന്നുണ്ട്. അപ്പൊ അത് ഏതാന്ന് പറഞ്ഞ വേരിയന്റ്? HTX അല്ലേ? അതെ അതെ. X Plus ആണോ? HTX അല്ലേ? അതെ അതെ. HTX ഓട്ടോമാറ്റിക് ഡീസൽ വരുമ്പോൾ ഏകദേശം ഒരു 15.6 വരും. അത്രയും വരും. ഓൺ റോഡ് പ്രൈസ്. ബാക്കി നമ്മൾ വർക്ക് ചെയ്താൽ മതി എന്നാ പറയുന്നത് അല്ലേ? ബാക്കി വർക്ക് ചെയ്യാനായിട്ട് അതിൽ ഹൈപ്പർ സ്റ്റൈൽഡ് വീല് വരുന്നുണ്ട്. ഒരു നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു അലോയ് വീല് മാത്രം ഇടേണ്ട ആവശ്യം വരുന്നുള്ളൂ. ആണല്ലേ? ബാക്കി എല്ലാ ഫീച്ചേഴ്സും അതിൽ വരുന്നുണ്ട്. ഓക്കെ. പിന്നെ ഇതിനകത്ത് അഡാസ് ഫീച്ചേഴ്സ് ഒക്കെ ടോപ്പ് എൻഡിൽ GTX Plusലും എക്സ്റ്റൈലിലും മാത്രമേ വരുന്നുള്ളൂ. ഓക്കെ. ഇതിനകത്ത് ഇപ്പൊ അഡാസ് ഫീച്ചേഴ്സ് ലോഡ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഒന്ന് ഹാർഡ്വെയർ ഇതിനകത്തുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അടുത്ത പ്രാവശ്യം ഒരു സോഫ്റ്റ്വെയർ അപ്ഡേഷൻ ഒക്കെ വരുന്ന സമയത്ത് ലെവൽ 2 വരുമായിരിക്കും അല്ലേ? അത് ഇനി ഒരു ഫേസ് ഷിഫ്റ്റ് അപ്ഡേഷനിലോട്ട് വരുമായിരിക്കും. കാരണം വേറൊരു കാര്യം, ഈ സോണറ്റിന്റെ സെഗ്മെന്റിൽ വേറൊരു വണ്ടിക്കും അഡാസ് ഇല്ല. വേറൊരു വണ്ടിക്ക് ഇല്ല. ശരിയാ. ആ സമയത്ത് ശരിയാ. നമ്മുടെ നെക്സോണില്ല, വെന്യൂനില്ല, ഒരു വണ്ടിക്ക് നെക്സൺ മാഗ്നൊന്നും ഇല്ല. അപ്പൊ ഈ ലെവലിലുള്ള വണ്ടിയിൽ ആദ്യമായിട്ടാണ് അഡാസ്. ഈ സെഗ്മെന്റിൽ ഫസ്റ്റ് ആണ് അഡാസ് ഫീച്ചേഴ്സ് വരുന്നത് അല്ലേ? അതുപോലെ നമുക്ക് ബ്രേക്കിംഗ് ആണെങ്കിലും വലിയൊരു കുഴപ്പമില്ല. 4 വീലും ഡിസ്ക് തന്നെയാണ് വരുന്നത്. സേഫ്റ്റി ഫീച്ചേഴ്സ്, ആക്റ്റീവ് സേഫ്റ്റി ഫീച്ചേഴ്സ് ലോഡഡ് ആണ് വണ്ടി. അതായത് ഹിൽ അസിസ്റ്റ്, ABS, EBD, അതുപോലെ തന്നെ വെഹിക്കിൾ സ്റ്റെബിലിറ്റി മാനേജ്മെന്റ്, ഇതെല്ലാം ലോഡഡ് ആണ് വണ്ടി. അതുകൊണ്ട് തന്നെ സേഫ്റ്റിയുടെ കാര്യത്തിൽ നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. അതെ. പിന്നെ വേറൊരു കാര്യം, ഇന്ത്യയിലെ ഡീസൽ വെഹിക്കിൾസ് വെച്ച് നോക്കുമ്പോൾ കോസ്റ്റ് ഓഫ് ഓണർഷിപ്പില് നമ്പർ 1 ആണ് സോണറ്റ് ഡീസൽ എഞ്ചിൻ അല്ലേ? അതെ. ഓക്കെ. അതുകൊണ്ട് തന്നെ വണ്ടി കൊണ്ടു നടക്കാനുള്ള ചെലവ് കുറവാണ്. ഓക്കെ. ഈ വാഹനത്തിന്റെ ഡെലിവറി ടൈം എത്ര ആയിരിക്കും? ലൈക്ക് ഓട്ടോമാറ്റിക് കിട്ടാൻ താമസം എടുക്കുമായിരിക്കും അല്ലേ? ഇല്ല, നമ്മൾ AMPL ഗ്രൂപ്പ് വലിയൊരു ഗ്രൂപ്പ് ആയതുകൊണ്ട് തന്നെ വിത്തിൻ ഒരു 2 months നമുക്ക് ഏത് വേരിയന്റാണെങ്കിലും ഡെലിവറി ചെയ്യാൻ പറ്റും അല്ലേ? എനിക്ക് തോന്നുന്നു ബേസ് വേരിയൻസ് ഒക്കെ കുറച്ചുകൂടെ ഈസി ആയിട്ട് കിട്ടുമായിരിക്കും അല്ലേ? HTK Plus ഒക്കെ ബ്രോ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. നമുക്ക് ഇപ്പൊ തന്നെ വണ്ടികൾ ഒരുപാട് അവൈലബിൾ ആയിട്ടുണ്ട്. ഓക്കെ. അതായത് ന്യൂ ഫേസ് ഷിഫ്റ്റ് മോഡൽ. ഓക്കെ. നമുക്ക് ഈ വണ്ടി ഒന്ന് കാലം എടുത്ത് ഓടിച്ചു നോക്കാം അല്ലേ? നിങ്ങൾ പറയുന്നത് ഭയങ്കര പവർ ആണെന്നാണ് പറയുന്നത്. ട്രൈ നോക്കാം അല്ലേ? മൂളി അങ്ങ് എടുത്തങ്ങ് പോവാണ് കേട്ടോ. സ്പീഡ് ഒന്നും കേറുന്ന അറിയുന്നില്ല. വേണ്ട 80 ക്രോസ് ചെയ്ത് നമ്മൾ. അതെ. നേരത്തെ നമുക്ക് ഒരു ഒബ്സ്ട്രക്ഷൻ ഉണ്ട്. നമുക്ക് ബ്രേക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. കുഴപ്പമില്ല. അടിപൊളി വണ്ടി. 205 mm ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ കോർണറബിലിറ്റി കുറവായിരിക്കും എന്നായിരിക്കും വിചാരിക്കുന്നത്. ഓക്കെ. പ്രോ ധൈര്യമായിട്ട് കാലെടുത്ത് വളവെടുക്കും അല്ലേ? ഓക്കെ. അങ്ങനെ നല്ല ഗ്രൗണ്ടഡ് ആണ് വണ്ടി. നമുക്ക് നല്ല കൺട്രോൾ ഉണ്ട് വണ്ടി. അതിൽ നമുക്ക് വലിയൊരു നമുക്കൊരു സ്റ്റെബിലിറ്റിയുടെ ഒരു പ്രശ്നമൊന്നും അങ്ങനെയൊന്നും തോന്നുന്നില്ല. ഹൈറ്റ് കൂടിയ വണ്ടിക്ക് പൊതുവെ അങ്ങനെ ഒരു ഒലച്ചിലുണ്ടല്ലോ, അങ്ങനെ ഒരു വണ്ടിക്കില്ല. പോയിട്ട് വരും അല്ലേ? ശരി. ഓക്കെ. ഹൈ RPM ഒരു ചെറിയൊരു നോയ്സ് ക്യാബിനിലേക്ക് വരുന്നത്. അത് ടോർക്കിന്റെ ട്രാൻസിഷന്റെ ക്യാരക്ടറിസ്റ്റിക് ആണ് ആണല്ലേ? പക്ഷെ കുഴപ്പമില്ല കേട്ടോ. അടിപൊളി. നല്ല രസമുണ്ട് കേട്ടോ വണ്ടി ഓടിക്കാൻ. ഈ പറയുന്ന മൈലേജും കൂടെ കിട്ടിയ ഈ സാധനം വെർത്താണെന്ന് എനിക്ക് തോന്നുന്നു. മൈലേജ് നമ്മൾ ഈ ഒരു പെർഫോമൻസിൽ സിറ്റിയിൽ ഓടിച്ചാൽ നമുക്ക് എങ്ങനെ പോലും ഒരു 13 to 14 മൈലേജ് റീച്ച് ആവും. ആണല്ലേ? അടിപൊളി. പിന്നെ വലിയ ലാഗ് ഒന്നും അറിയില്ല കേട്ടോ. അത് ട്രാൻസ്മിഷൻ അതായത് പ്രൂവൺ ട്രാൻസ്മിഷൻ ആണ്. നമുക്ക് അറിയാൻ പറ്റുന്ന ആകപ്പാടെ ഇതിന്റെ എഞ്ചിന്റെ ഒരു നോയ്സ് ചേഞ്ച് ചെയ്യാൻ മാത്രമാണ് ട്രാൻസ്മിഷൻ നടക്കുന്നുണ്ടെന്ന് മനസ്സിലാവുന്നത്. അല്ലെങ്കിൽ തന്നെ ലാഗോ അല്ലെങ്കിൽ ലാന്തലോ ഒന്നും ഇല്ല വാഹനത്തിനകത്ത് കാണിക്കുന്നില്ല. സൂപ്പറായിട്ടുണ്ട്.
ഓക്കെ, നമുക്ക് നേരെ പോയിട്ട് അപ്പുറത്ത് യൂട്ടേൺ അടിച്ചു വരാം അല്ലേ. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു വാഹനത്തിന്റെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. ഫേസ് ലിഫ്റ്റിൽ പ്രത്യേകിച്ച് ലുക്കുകൾ കൊണ്ടും മെഡാസുകൾ കൊണ്ടും ഒക്കെ നമ്മൾ വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിന്റെ ടെസ്റ്റ് ഡ്രൈവ്സ് ഇപ്പോൾ റെഡിയാണ്. നമ്മുടെ ഓട്ടോമാറ്റിക് കിയ പള്ളിച്ചലുള്ള ഷോറൂമാണ്. പള്ളിച്ചലാന്ന് ഓർത്തുകൊണ്ട് നിങ്ങൾ വിളിക്കാതിരിക്കേണ്ട. ട്രിവാൻഡ്രത്ത് എവിടെ വേണമെങ്കിലും നമ്മൾ ഡ്രസ്സ് കൊടുക്കും അല്ലേ. ഓക്കെ, അപ്പോൾ ബ്രോയുടെ നമ്പർ ഞാൻ അവിടെ കൊടുത്തേക്കാം, മറക്കണ്ട. നമ്മൾ ഡീലർ ഓട്ടോമാറ്റിക് കിയ, നേരിട്ട് വന്നാലും ഇദ്ദേഹത്തെ നമുക്ക് കാണാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പം ഈ വാഹനത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ ഫീഡ്ബാക്സ് നിങ്ങൾ കമൻസ് ആയിട്ട് നിങ്ങൾ രേഖപ്പെടുത്തണം. അതുപോലെ തന്നെ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് കണ്ടുപിട്ടാം. സോ ദിസ് ഈസ് റോബിൻ സൈനിങ് ഫ്രം പ്രൊമേഷ് ഷോ.